ഷെറിൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷെറിൻ ചെറിയ മീനല്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പോലും ലഭിക്കാത്ത ആനുകൂല്യങ്ങളും സപ്പോർട്ടും സന്തോഷവും അവകാശങ്ങളുമെല്ലാം ഷെറിന് കിട്ടിയിട്ടുണ്ട്. ഈ ഷെറിനോടൊപ്പം കേസിൽ പ്രതിയായ 3 ചെറുപ്പക്കാർ പുരുഷന്മാർ ജയിലിൽ കിടക്കുകയാണ്. 365 ദിവസം പോലും, അതായത് 1 വർഷം പോലും ഷെറിൻ ജയിലിൽ കിടന്നിട്ടില്ല. ജയിലിലെ നിയന്ത്രിക്കുന്ന സൂപ്രണ്ടിനെ പോലും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിരുന്നു ഷെറിൻ. ജയിൽ ശിക്ഷാ ഇളവ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഷെറിൻ ജയിലിലെ മറ്റൊരു തടവുകാരിയെ ഉപദ്രവിച്ചത്, ശാരീരികമായി ഉപദ്രവിച്ചത്. അതിൻ്റെ പേരിലും കേസെടുത്തിട്ടുണ്ട്. നമസ്കാരം. ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് സർക്കാർ ധൃതി പിടിച്ചുകൊണ്ട് ഇത്ര പെട്ടെന്ന് തന്നെ ജയിൽ മോചനം സാധ്യമാക്കിയത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അതുകൂടാതെ ഈ ജയിൽ മോചനത്തിൽ ഇത്ര രഹസ്യാത്മകതയുടെ ആവശ്യം എന്തായിരുന്നു? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് മുൻപ് ഷെറിൻ്റെ ജയിൽ മോചനം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് പരാതി നൽകിയ പൊതുപ്രവർത്തകനായ പായ്ച്ചിറ നവാസ് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ്. ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ കേസിലെ പ്രതി ഷെറിനെ പെട്ടെന്ന് സർക്കാർ ഇടിപിടി എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കുന്നു. ഇതിന് പിന്നിലുള്ള കാരണം എന്തായിരിക്കാം? അതുകൂടാതെ തന്നെ വളരെ രഹസ്യാത്മകമായാണ് ഈ ഒരു ജയിൽ മോചനം നടന്നിരിക്കുന്നത്. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. നമ്മൾ ഇതിനു മുന്നേ തന്നെ ചർച്ച ചെയ്യുകയും ഞാൻ ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് പരാതി കൊടുക്കുകയും, അതായത് ഷെറിന് ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല, സർക്കാർ ഇങ്ങനെ ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്, പരിശോധനകൾക്ക് ശേഷം മാത്രമേ അത് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവർണർക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതി അവിടെ പരിഗണിക്കുകയും ചെയ്തു. ആ പരാതിയിൽ തുടർ നടപടികൾ അവിടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രേഖകളെല്ലാം വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഗവർണർക്ക് ഒരു പരാതി കൊടുക്കുമ്പോൾ ഗവർണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഗവർണർക്കോ ഒരു നടപടിയെടുക്കാൻ ഇന്ത്യയിലെ തന്നെ ഒരു ഗവർണർക്കും കഴിയില്ല. ആ ഗവർണർ അത് ഉത്തരവാദിത്വപ്പെട്ട സെക്രട്ടേറിയറ്റിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട വകുപ്പിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ പരാതിയും ഇതുപോലെ സമാനമായി മറ്റ് പരാതികളും സെക്രട്ടേറിയറ്റിൻ്റെ അനുയോജ്യമായ വിഭാഗത്തിലേക്ക് അവർ കൈമാറിയിട്ടുണ്ട്. അവിടെ നിന്നാണ് നടപടികളും തുടർ നടപടികളുമൊക്കെ സ്വീകരിക്കേണ്ടത്. എവിടെ നിന്നാണ്? സെക്രട്ടേറിയറ്റിൽ നിന്നാണ്. ഈ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ എത്തുന്നതോടുകൂടി അവിടെ ചുവപ്പ് നാടയിൽ അവിടെ ഇരിക്കുകയാണ്. പിന്നെ അതിലെ നടപടികളൊന്നും ഉണ്ടാകാറില്ല. ഷെറിൻ്റെ വിഷയമെന്ന് പറയുന്നത്, ഷെറിൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷെറിൻ ചെറിയ മീനല്ല. ഷെറിൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിൻ്റെ ജയിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ആർക്കും ഒരാൾക്ക് പോലും കിട്ടാത്ത സൗഭാഗ്യങ്ങളും സന്തോഷവും ആനുകൂല്യങ്ങളും അവകാശങ്ങളും താൽപ്പര്യങ്ങളും എല്ലാം നേടിയ ചരിത്രത്തിൽ, ജയിൽ ചരിത്രത്തിൽ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടും ഷെറിൻ മാത്രമായിരിക്കും. മറ്റൊരു വ്യക്തിക്കും, മന്ത്രിമാർ വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്, രാഷ്ട്രീയ കേസുകളിൽ നിരവധി പേര് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരു പക്ഷേ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പോലും ലഭിക്കാത്ത ആനുകൂല്യങ്ങളും സപ്പോർട്ടും സന്തോഷവും അവകാശങ്ങളുമെല്ലാം ഷെറിന് കിട്ടിയിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ജയിൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ഷെറിനോടൊപ്പം, ഞാൻ നേരത്തെ നിങ്ങളോട് തന്നെ പങ്കുവച്ചിട്ടുണ്ട്, ഈ ഷെറിനോടൊപ്പം കേസിൽ പ്രതിയായ 3 ചെറുപ്പക്കാർ പുരുഷന്മാർ ജയിലിൽ കിടക്കുകയാണ്. ഈ ഷെറിന് വേണ്ടി ബലിയാടായവർ. അതോടൊപ്പം 20 വർഷം കഴിഞ്ഞിട്ടും 15 വർഷം കഴിഞ്ഞിട്ടും ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ടും കാലാവധി കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാൻ പറ്റാതെ നിരവധി പേര് ഇപ്പോഴും ജയിലിലുണ്ട്. എന്തെന്നറിയോ? ഒരു കേവലം
ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ SIയുടെയോ സർക്കിൾ ഇൻസ്പെക്ടറുടെയോ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ജയിൽ മോചനം അവകാശപ്പെട്ടിട്ടും അർഹതപ്പെട്ടിട്ടും ജയിൽ മോചനം സാധ്യമാകാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷെറിന് വേണ്ടി മാത്രം, അതും 14 വർഷം ജയിൽ ശിക്ഷ കോടതി വിധിച്ചുവെങ്കിലും 365 ദിവസം പോലും, അതായത് 1 വർഷം പോലും ഷെറിൻ ജയിലിൽ കിടന്നിട്ടില്ല. കാരണം നമ്മൾ പരോള്, അതിൻ്റെ മുകളിൽ പരോളിന് ഇറങ്ങിക്കയറിയാൽ 2 ദിവസം കഴിയുമ്പോൾ അടുത്ത പരോള്, അങ്ങനെ വലിയ ഇടപെടലുകൾ. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഗോസിപ്പുകളും തിരകഥകളും ഒക്കെ പറയുന്നുണ്ട്. കാരണം ജയിലിലെ ഒരു കിങ് മേക്കറായിരുന്നു, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബ്രെയിനായിരുന്നു, അല്ലെങ്കിൽ ജയിലിലെ നിയന്ത്രിക്കുന്ന സൂപ്രണ്ടിനെ പോലും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിരുന്നു ഷെറിൻ കിടക്കുന്ന ജയിലിൽ ഏതൊക്കെ തടവുകാർ വേണമെന്നും, ഷെറിൻ കിടക്കുന്ന ജയിലിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യണമെന്നും, ഷെറിൻ കിടക്കുന്ന ജയിലിൽ ഏത് സൂപ്രണ്ട് ആയിരിക്കണമെന്നും തീരുമാനിച്ചത് ഒരു പരിധിവരെ സർക്കാരല്ലായിരുന്നു. ഒരു പരിധിവരെ അത് തീരുമാനിച്ചതും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കിയതും എല്ലാം ഷെറിൻ തന്നെയായിരുന്നു. ഇത് പായിച്ചിറ നവാസ് എന്ന പൊതുപ്രവർത്തകൻ പറയുന്ന കാര്യമല്ല. ഷെറിനോടൊപ്പം ജയിലിൽ കിടന്ന നിരവധി പേർ, തടവുകാരായ നിരവധി പേർ പറഞ്ഞ കാര്യങ്ങളാണ്. ഷെറിന് പ്രത്യേകം ക്യാബിനുണ്ടായിരുന്നു. ഷെറിന് മേക്കപ്പ് സാധനങ്ങൾ വെക്കാൻ 2 അലമാര സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ ജയിൽ വസ്ത്രമല്ലായിരുന്നു ഷെറിൻ ഉപയോഗിച്ചിരുന്നത്. ഷെറിൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആഹാരവും വസ്ത്രവുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മേക്കപ്പ് സാധനങ്ങൾ ഷെറിന് വേണ്ടി പ്രത്യേകം കൊണ്ടുവരുമായിരുന്നു. ഷെറിനെ കാണാൻ വൈകുന്നേരങ്ങളിൽ 5 മണിക്ക് ശേഷം VIP-കൾ, ഉദ്യോഗസ്ഥന്മാരും VVIP-കളുമായ ആൾക്കാർ വരുമായിരുന്നു. ഷെറിനെ അവരുടെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുമായിരുന്നു. ഇങ്ങനെയുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ CCTV-കൾ ഓഫ് ചെയ്യുമായിരുന്നു. ഇതെല്ലാം കൂടെ കഴിഞ്ഞ തടവുകാരാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നടപടിയും എടുത്തിട്ടില്ല. കേവലം പൾസർ സുനി എന്ന് പറയുന്ന ഒരു ശിക്ഷാ പ്രതി, ആ പ്രതി ജയിലിൽ കിടന്നുകൊണ്ടൊരു കത്തയച്ചപ്പോഴാണ് കൂട്ടുപ്രതിയായി മറ്റു പലരെയും ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ തടവുകാരായ നിരവധി തടവുകാർ, ഒരാളല്ല, നിരവധി തടവുകാർ നിരവധി ആരോപണങ്ങൾ വ്യക്തമായും സ്പെസിഫിക്കായിട്ട് ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് വന്ന് ഷെറിനെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരന്വേഷണവും നടന്നിട്ടില്ല. പിന്നെ ഈ ജയിൽ ശിക്ഷാ ഇളവ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഷെറിൻ ജയിലിലെ മറ്റൊരു തടവുകാരിയെ ഉപദ്രവിച്ചത്, ശാരീരികമായി ഉപദ്രവിച്ചത്. അതിൻ്റെ പേരിലും കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേയും നിരവധി കേസുകളുണ്ട്, നിരവധി ആരോപണങ്ങളുണ്ട്, നിരവധി വിവാദങ്ങളുണ്ട്. ഇത്രയും വിവാദങ്ങളും ആരോപണങ്ങളും കേസുകളും ജയിൽ DGPയുടെ തന്നെ പല റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിട്ടും അതിനെ ഒന്നും കാണാതെ കണ്ണൂർ വനിതാ ജയിലിലെ, ഈ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയതും വിവാദമായിരുന്നു. ശിക്ഷാ തടവുകാരായ ഇവിടെ തിരുവനന്തപുരത്ത് കഴിയുമ്പോൾ ആ തടവുകാരെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ഇവിടെ പല ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞിട്ടാണ് കണ്ണൂരേക്ക് മാറ്റിയത്. കണ്ണൂർ മാറ്റിയതും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പച്ചയായ യാഥാർത്ഥ്യമായി മാറുകയാണ്. മാധ്യമങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. കാരണം ഈ ജൂലൈ മാസം 23-ാം തീയതി രാവിലെ 10 മണി വരെയാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ പരോൾ അനുവദിച്ച് മെനിങ്ങാന്നാണ്, അതായത് ജൂലൈ 16-ാം തീയതിയാണ് ഗവർണർ ഒപ്പിട്ട് ഉത്തരവ് വരുന്നത്. ആ ഗവർണർ ഉത്തരവിടാൻ കാരണം സർക്കാർ കൊടുത്ത റിപ്പോർട്ടാണ്. സർക്കാർ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കാരണം 3 CPM പ്രതിനിധികൾ ഉൾപ്പെടുന്ന, CPM പ്രതിനിധികളുടെ മാത്രം നിയന്ത്രണത്തിൽ പോകുന്ന, അങ്ങനെ തന്നെ പറയാം, CPM പ്രതിനിധികളുടെ നിയന്ത്രണത്തിൽ മാത്രം പോകുന്ന കണ്ണൂർ വനിതാ ജയിലിലെ ഉപദേശക സമിതി കൊടുത്ത ഒരു സർക്കാരിലേക്ക് കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ മിനുക്കുപണി ചെയ്ത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർക്ക് ശുപാർശ ചെയ്യുന്നത്.
ഗവർണർക്ക് ശുപാർശ ചെയ്യുമ്പോൾ പിന്നെ ഗവർണർക്ക് അതിൽ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കാരണം ഇവിടെ മന്ത്രിസഭ ഏകകണ്ഠമായി തീരുമാനിക്കുന്നു. 21 മന്ത്രിമാരുള്ളതിൽ അല്ലെങ്കിൽ 20 മന്ത്രിമാരുള്ളതിൽ ഒരാൾ പോലും ഇതിനെ എതിർക്കുന്നില്ല എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. മന്ത്രിസഭയുടെ ഏകകണ്ഠമായ തീരുമാനമെന്നാണ് മാധ്യമങ്ങളിലും സർക്കാർ ഉത്തരവിലും ഒക്കെ പറയുന്നത്. അതിന് ശേഷം ചിലപ്പോൾ ഇനി പറയും ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു, ഞങ്ങളത് കേട്ടില്ല എന്നൊക്കെ പല മന്ത്രിമാരും പല സംഭവങ്ങളിലും പറയുന്നുണ്ടല്ലോ. അതുപോലെ ഇനി പറയും. അപ്പോൾ 23-ാം തീയതി വരെ പരോളുണ്ടായിരുന്ന ആൾ ഇന്നലെ, അതായത് 17-ാം തീയതി 17/7/2025 ഇന്നലെ വ്യാഴാഴ്ച, ഇന്നലെ വ്യാഴാണല്ലോ, വ്യാഴാഴ്ച 3 മിനിറ്റ് ജയിൽ സൂപ്രണ്ട് പോലും സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. 3 മിനിറ്റിൽ കണ്ണൂർ ജയിലിൽ വരുന്നു. 3 മിനിറ്റ് പോലും ആകുന്നതിന് മുന്നേ ജയിൽ മോചിതയായി തിരിച്ചു പോകുന്നു. തിരിച്ചു പോയതിന് ശേഷമാണ് മാധ്യമങ്ങൾ അറിയുന്നത്. തിരിച്ചു പോയതിന് ശേഷമാണ് ഇത്രയും കോൺട്രവേഴ്സി വന്ന കേസിൽ മാധ്യമങ്ങളെ എന്തിനാണ് മടിക്കുന്നത്, മാധ്യമങ്ങളെ എന്തിനാണ് മറയ്ക്കുന്നത്? ഷെറിൻ നിയമപ്രകാരം ജയിൽ മോചിതയായി എങ്കിൽ ഷെറിൻ അന്തസ്സായിട്ട് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ് ഞാൻ നിയമപ്രകാരം ജയിൽ മോചിതയാകുകയാണ്, നിങ്ങൾ ഇത്രയും നാൾ എനിക്കെതിരെ വാർത്തകൾ കൊടുത്തു, ആ വാർത്തകളെല്ലാം തെറ്റായിരുന്നു, ഈ മാധ്യമപ്രവർത്തകരെ ഞാൻ ഇനി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് പോയിക്കൂടെ? എൻ്റെ പേരിൽ കുറേ നിരപരാധികളായ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം ക്രൂശിക്കപ്പെട്ടു, അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് എന്നെങ്കിലും പറഞ്ഞ് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനു വേണ്ടി പരിശ്രമിച്ച സർക്കാരിനൊരു നന്ദിയെങ്കിലും പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. ഇത്രയും കോൺട്രവേഴ്സിയായ കേസിൽ മോചിതയാക്കരുത് എന്ന് പഴയ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുള്ളതാണ് ഗവർണർക്ക്. ആ പരാതി ഉൾപ്പെടെ പെൻഡിങ് ആണ്. അപ്പോൾ ഇത്രയും ആരോപണങ്ങൾ നിലനിൽക്കെ, ഇത്രയും വിവാദങ്ങൾ നിലനിൽക്കെ സർക്കാർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി നിയമപ്രകാരം അല്ലെങ്കിൽ ധാർമ്മികപരമായി അല്ലെങ്കിൽ മനുഷ്യത്വപരമായി പരിശ്രമിച്ചു, ആ പരിശ്രമങ്ങൾക്ക് എൻ്റെ ഒരു നന്ദി ഉണ്ട് എന്നെങ്കിലും മാധ്യമങ്ങളോട് പറയാമായിരുന്നല്ലോ. എന്തായാലും മാധ്യമങ്ങൾ അറിയുമല്ലോ, ഷെറിൻ ജയിൽ മോചിതയായാൽ മാധ്യമങ്ങൾ അറിയില്ലേ? മാധ്യമങ്ങൾ ഉറപ്പായിട്ടും അറിയും. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് പോലും പറയാതെ പിന്നിൽ കൂടി വന്ന്, ഞാൻ അറിഞ്ഞത് പർദ്ദ ഇട്ടുകൊണ്ട് വന്നു എന്നാണ്. പർദ്ദ ഇട്ടുകൊണ്ട് വന്ന് ജയിലിൽ കയറി, പർദ്ദ ഇട്ടുകൊണ്ട് തന്നെ ജയിലിൽ പെട്ടെന്ന് പോയി എന്നാണ് അറിഞ്ഞത്. മറ്റൊരു സംസാരമുള്ളത് പോലീസ് വേഷത്തിൽ വന്നു എന്നാണ്. പോലീസ് വേഷത്തിൽ വന്നു, കാരണം മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പോലീസ് വണ്ടിയിൽ തന്നെ വന്നു, പോലീസ് വണ്ടിയിൽ തന്നെ ഇറങ്ങി. പോലീസുകാർ സിവിൽ ഡ്രസ്സിലൊക്കെ സാധാരണ വരാറുണ്ടല്ലോ, പ്രത്യേകിച്ച് വനിതാ ജയിലല്ലേ. വനിതാ ജയിലിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് വേണമെങ്കിൽ കയറി പോകാമല്ലോ, സിവിൽ ഡ്രസ്സിൽ കയറാമല്ലോ. അങ്ങനെ കയറി 3 മിനിറ്റിനകത്ത് പോയി. യഥാർത്ഥത്തിൽ അവിടുത്തെ പാറാവുകാർ പോലും അറിഞ്ഞിട്ടില്ല. ഇനിയുള്ള കാര്യങ്ങൾ ഓരോരുത്തരും, കേരളത്തിലെ പല പൊതുപ്രവർത്തകരും ഞാൻ ഉൾപ്പെടെ വിവരാവകാശമൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഷെറിൻ്റെ ജയിലിൽ ഇന്നലെ എത്ര മണിക്ക് വന്നു, അതിൻ്റെ CCTV ക്യാമറയുടെ ദൃശ്യങ്ങൾ ആവശ്യമാണ്. ജയിലിൽ നിന്നും ശിക്ഷാ ഇളവ് ലഭിച്ച് പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ വേണം. ഇതൊക്കെ ഔദ്യോഗികമായി കിട്ടേണ്ട കാര്യങ്ങളാണ്. ഔദ്യോഗികമായി മറച്ചു വയ്ക്കാനുള്ളതിലൊന്നുമില്ല. ജയിലിൽ കഴിഞ്ഞ 3 മാസം ഷെറിനെ സന്ദർശിച്ചത് ആരൊക്കെയാണ്? ഷെറിൻ ജയിലിൽ കിടന്ന സമയങ്ങളിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം 8 മണി വരെയുള്ള CCTV ദൃശ്യങ്ങൾ. അപ്പോൾ ഉത്തരം CCTV ദൃശ്യങ്ങൾ ഓഫായിരുന്നു എന്നതായിരിക്കും. എന്തായാലും മാധ്യമങ്ങളുടെ അടക്കം കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഷെറിൻ ജയിൽ മോചനം നേടിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. പർദ്ദയിട്ടോ അതുകൂടാതെ പോലീസ് വേഷത്തിലാണോ ഇത്തരത്തിൽ ജയിൽ മോചനം നടന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് വിവരാവകാശം തേടിയിരിക്കുകയാണ് ഈ പൊതുപ്രവർത്തകൻ. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.